Hello friends. Welcome to my channel. Today we are going to make latest 3D mask. If you are new to my channel, please subscribe and click bell icon. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മാസ്ക് ആണിത്. അപ്പോൾ ഇതിൽ പാറ്റേൺ വരയ്ക്കുന്നത് നോക്കാം നമുക്ക്. ഓൾറെഡി നിങ്ങൾക്ക് പാറ്റേൺ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ 7x5.5 ഇഞ്ച് സൈസിലുള്ള ഒരു ബോക്സ് ഇതുപോലെ വരച്ചെടുക്കുക. ഏറ്റവും ആദ്യം 7 ഇഞ്ച് ഉയരും 5.5 ഇഞ്ച് വീതിയിലുള്ള ഒരു ബോക്സ്. ഇനി നമുക്ക് ഇതിൻ്റെ മാർക്കിങ്ങോ ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമ്മൾ താഴത്തുനിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും ഇത് മാർക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മുകളിൽ ഈ സൈഡിൽ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നോക്കുക, ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒരു ലൈനാക്കി മാറ്റുക. അതിനുശേഷം ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നേരെ താഴെ വന്നിട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നോക്കുക, ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഭാഗത്തും ഇതുപോലെ ഈ 1/2 ഇഞ്ചിലേക്ക് ഇതിനെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്യുക 1.25. അതിനുശേഷം അവിടെ താഴത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ഇങ്ങനൊരു കർവ് ലൈനാക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇനി നോക്കുക, നമ്മൾ ഇവിടെ ഈ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഇതിനെ ഇങ്ങനെ മുകളിലേക്ക് ഈ 2.25 കൂടെ കയറ്റി ഇതുപോലെ ഒരു കർവ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നോക്കുക, നമ്മൾ ഈ കർവ് ലൈനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. 0.6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൽ ഡാർട്ടിൻ്റെ അളവ്. അതിനുശേഷം ഇതുപോലെ ഇവിടേക്ക് മാർക്ക് ചെയ്യുക. ഈ ലൈനിൽ കൂട്ടി മുട്ടിക്കരുത്. ഫസ്റ്റിലത്തെ ലൈനിലേക്ക് ഇതുപോലെ ഡാർട്ടാക്കി മാറ്റുക. ഇനി താഴത്ത് ഇതിനെ ഇങ്ങനെ ഒരു കർവ് ലൈനായിട്ട് കൊടുക്കുക. ഈ ലൈനിലേക്ക് കൂട്ടി മുട്ടിക്കണില്ല ഞാൻ മുകളിലേക്ക്. You can download PDF pattern. Check link given in description. അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പാറ്റേൺ ഡൗൺലോഡ് ചെയ്യാം. 3 സൈസിലുള്ള പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈസാണ് നമ്മളിതിൽ കാണിക്കണത്. അപ്പോൾ 3 സൈസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫാമിലി സൈസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുക. അതായത് തുണി ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഡാർട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളയാണ്. അപ്പം നമ്മൾ റെഡിയായി. ഇനി ഇതിൽ ഒരു പീസിന് 3 ഡാർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഡാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 പീസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ എഡ്ജ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക.
അതിനുശേഷം നോക്കുക, നമ്മൾ ഇതുപോലെ 2 പീസിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കറക്റ്റായിട്ട് പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും നമ്മൾ സാധാരണ തയ്ക്കുന്നത് പോലെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ എഡ്ജുകളും കോർണറുകളും ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ 2 സൈഡ് ഇട്ടിട്ടുള്ളത് ഓപ്പണാണ്, ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ സൈഡ് ഓപ്പണാണ്. അപ്പോൾ അതിൽ ഇത് അകമ്പുറം തിരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അകമ്പുറം തിരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കത്രികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൂൾ ഇട്ടിട്ട് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ കോർണറുകളെല്ലാം കറക്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ കോർണറൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ലൈൻ കണ്ടു, ഈ ലൈൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കുക, ഒരു ഫോൾഡ് കിട്ടണം നമുക്ക്. അപ്പോൾ ഒരു 1/4 ഇഞ്ചൊന്നും കയറ്റി വയ്ക്കേണ്ട, ഒരു പോയിൻ്റ് കയറ്റിയിട്ട് നമ്മൾ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫോൾഡ് കിട്ടി. ഇനി നമുക്കിതിൻ്റെ 2 എഡ്ജുകൾ ഒന്ന് മടക്കി തയ്ക്കുന്നൊരു പരിപാടിയുണ്ട്. നമുക്ക് ഈ എഡ്ജിനെ ഇതുപോലെ ഒന്ന് മടക്കി പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ വെച്ച് അവിടെ മാത്രം ഒന്ന് തയ്ച്ചെടുക്കുക, വേണ്ടോ ഫുള്ളായിട്ട് തയ്ക്കൊന്നും ചെയ്യരുത്. ആ ഒരു മടക്കി വെച്ചിട്ടുള്ള ഫോൾഡ് മാത്രം ഒന്ന് തയ്ച്ചെടുക്കുക.
അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് എൻഡിൽ നമുക്ക് ഇലാസ്റ്റിക് പിടിപ്പിക്കുക വേണ്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു മോഡലുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മോഡലാണിത്. അപ്പോൾ ഇതിൽ രണ്ട് എലാസ്റ്റിക് കൊടുക്കുന്നത് ഒരു സൈഡിൽ നിന്ന് തന്നെയാണ്. അതിനാണ് നമ്മൾ 2 ഇഞ്ച് വീതി കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ കർവിലേക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് എലാസ്റ്റിക്കിൻ്റെ ഒരു എൻഡ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് എൻഡും നമ്മൾ ഈ ഷേപ്പിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് തയ്ച്ചെടുക്കുക. ഇതിൽ ഞാൻ ലാർജ് സൈസാണിത്. അപ്പോൾ ഇതിൽ 5 ഇഞ്ചാണ് ഇതിന് വെച്ചിട്ടുള്ള എലാസ്റ്റിക്കിൻ്റെ നീളം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അളവിനനുസരിച്ച് എലാസ്റ്റിക് വെച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ എലാസ്റ്റിക് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. പാറ്റേൺ ഉള്ളത് ഫാമിലി മാസ്ക് ആണ്, SML. അപ്പോൾ ഇത് ലാർജാണ് ഈ സൈസ്. അപ്പോൾ ഇതാവശ്യമുള്ളവർക്ക് ഇത് തയ്ച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching. Don't forget to share your comments, please.